അധികാരത്തിലെത്തിയത് എങ്ങനെയാണ്? മറ്റേ ഒരു ചക്ക വീണ് മൊയില് ചത്തു എന്ന് പറഞ്ഞ മാതിരി തന്നെ ഭരണപക്ഷത്തിന് എതിരായിട്ടുള്ള ഒരു പൊതു വികാരം ഉണ്ടായിരുന്നു. നമ്മുടെ വോട്ടിംഗ് പാറ്റേണെ സംസ്ഥാന അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഈ പറഞ്ഞത്ര ഒരു വലിയൊരു ഒഴുക്കൊന്നും UDF-ലേക്ക് ഇല്ല എന്നുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. ഈ 71 സീറ്റ് നേടിക്കൊണ്ടാണ് കോൺഗ്രസ് അധികാരത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത് എന്നുണ്ടെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ മുസ്ലിം ലീഗ് വരെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി അവകാശവാദം ഉന്നയിക്കും. ഇനി നമ്മൾ VD സതീശൻ മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സംസ്ഥാനം സംഭവിക്കുക? അപ്പൊ അങ്ങനെ ഒരു പ്രാധാന്യം VD സതീശൻ നൽകുന്ന സമയത്ത് പാർട്ടിക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന പല മുതിർന്ന നേതാക്കന്മാരുടെ പോലും അഭിപ്രായങ്ങളെ VD സതീശൻ മൈൻഡ് ചെയ്തൊന്നും വരുന്നില്ല. VD സതീശന്റെ ഒരു ഏകാധിപത്യ നിലപാട്, ആ ഏകാധിപത്യ നിലപാട് ഒരു 2026 ഒരു UDF സർക്കാർ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കി കഴിഞ്ഞാൽ വലിയ പ്രതിസന്ധിയിലേക്ക് പോകും. നമസ്കാരം. തൃശ്ശൂരും എറണാകുളത്തും ഒക്കെ കോൺഗ്രസിൽ ഇപ്പോഴും മേയറിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ മേയറെ കണ്ടെത്താൻ പറ്റുന്നില്ല, അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിനെ കണ്ടെത്താൻ ഇവർക്ക് സാധിക്കുമോ? വളരെ അതിശയോക്തി തോന്നിപ്പോവുകയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ റിസൾട്ട് വന്നതിന് ശേഷം ഇന്ന് ഏകദേശം 6 ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. 6 ദിവസത്തിനുള്ളിൽ തന്നെ ഈ മേയർമാരെയൊക്കെ കണ്ടെത്തേണ്ട സമയം കഴിഞ്ഞു എന്ന് വേണം നമ്മൾ പറയാനായിട്ട്. ഇപ്പോൾ എറണാകുളത്ത് മേയർ 3 പേരുകളാണ് പ്രധാനമായിട്ടും ചർച്ചകളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ 3 മേയർമാരിൽ ആരാകും എന്നുള്ളതിനെ കുറിച്ചൊക്കെ വലിയ അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെ വേണം പറയാനായിട്ട്. അതോടൊപ്പം തന്നെ തൃശ്ശൂർ മേയറിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നതിനപ്പുറത്തേക്ക് ആരാണ് മേയർ എന്ന് മുമ്പോട്ട് വയ്ക്കാനോ അത് അംഗീകരിക്കാനോ അത് പ്രഖ്യാപിക്കാനായിട്ടോ കോൺഗ്രസ് നേതൃത്വത്തിന് സാധിച്ചിട്ടില്ല എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. ഏറ്റവും കൂടുതലായിട്ട് ഇപ്രാവശ്യം തൃശ്ശൂരിൽ സീറ്റ് കച്ചവടം ആരോപിക്കപ്പെട്ടിട്ടുള്ള ഒരു കോർപ്പറേഷൻ കൂടിയാണ് ഈ തൃശ്ശൂർ കോർപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ മേയറെ കണ്ടെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സങ്കീർണമായ ഒരു പ്രക്രിയയായിട്ട് കോൺഗ്രസിനകത്ത് മാറുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അത് നമ്മളിലൊക്കെ അതിശയം സൃഷ്ടിക്കുകയാണ്. കൊല്ലത്തും കണ്ണൂരിലുമൊക്കെ, കൊല്ലത്ത് പിന്നെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു ഹാഫീസ് എന്ന് പറയുന്ന ആളായിരിക്കും മേയർ എന്ന് പറഞ്ഞിരുന്നു. ഇപ്പൊ ഡെപ്യൂട്ടി മേയർക്ക് വേണ്ടിയിട്ടാണ് കൊല്ലത്ത് തർക്കം നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ആരാക്കണം എന്നുള്ളതിനെ കുറിച്ച് വലിയ വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് കണ്ണൂർ ഇന്നലെ P. ഇന്ദ്രയെ തന്നെ മേയറായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അത് വളരെ അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യമാണ്. KPCC പ്രസിഡന്റിന്റെ ജില്ല കൂടിയാണ് കണ്ണൂർ എന്ന് പറയാം. അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അവിടെ തീരുമാനങ്ങൾ വന്നു. K. സുധാകരന്റെ ഒക്കെ നേതൃത്വത്തിൽ പെട്ടെന്ന് തന്നെ അവിടെ തീരുമാനം വന്നതിൽ ഏറ്റവും നല്ല കാര്യമാണ്. ഈ പല മുനിസിപ്പാലിറ്റികളിലും ചെയർമാൻമാരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല, പല പഞ്ചായത്തുകളിലും പ്രസിഡന്റുമാരെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. അധികാരത്തിലെത്തിയത് എങ്ങനെയാണ്? മറ്റേ ഒരു ചക്ക വീണ് മൊയില് ചത്തു എന്ന് പറഞ്ഞ മാതിരി തന്നെ ഭരണപക്ഷത്തിന് എതിരായിട്ടുള്ള ഒരു പൊതു വികാരം ഉണ്ടായിരുന്നു. ആ പൊതുവികാരവും അതോടൊപ്പം തന്നെ മുസ്ലിം വോട്ടുകളുടെ കൺസോളിഡേഷനോടെ ചേർന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് UDF സ്ഥാനാർത്ഥികൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വിജയം UDF-ന് എത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. പക്ഷെ അത് നമ്മുടെ വോട്ടിംഗ് പാറ്റേണെ സംസ്ഥാന അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഈ പറഞ്ഞത്ര ഒരു വലിയൊരു ഒഴുക്കൊന്നും UDF-ലേക്ക് ഇല്ല എന്നുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഉള്ളൊരു സാഹചര്യത്തിൽ ഇനി സംസ്ഥാനത്തെങ്ങാനും UDF അധികാരത്തിൽ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവർ ആരെ മുഖ്യമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കും? കേരളത്തിലെ ജനങ്ങൾ വളരെ ഗൗരവകരമായിട്ട് ചിന്തിച്ചു പോകില്ലേ? ഒരുപക്ഷെ കോൺഗ്രസ് അനുഭാവികളൊക്കെ വന്നിട്ട് പറഞ്ഞാൽ കോൺഗ്രസിന്റെ കാര്യം കോൺഗ്രസ് നോക്കിക്കൊള്ളാം, അല്ലെങ്കിൽ കോൺഗ്രസ് വിജയിച്ചാൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാനായിട്ട് ഒരു അരമണിക്കൂർ പോലും വേണ്ട എന്നൊക്കെയുള്ള ഡയലോഗുകൾ വന്നേക്കാം. പക്ഷെ അങ്ങനെയൊന്നും ആയിരിക്കില്ല സാഹചര്യം. കോൺഗ്രസ് അധികാരത്തിൽ വരുന്നതിന് സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇപ്രാവശ്യം ഒരു 75 സീറ്റൊക്കെ നേടിയിട്ടാണ് കോൺഗ്രസ് അധികാരത്തിൽ വരുന്നത് എന്ന് വരിക. അല്ലെങ്കിൽ 71 സീറ്റ്. ഈ 71 സീറ്റിലേക്കൊക്കെ എത്തണമെങ്കിൽ ഒരുപാട് കടമ്പകൾ കടക്കേണ്ടതുണ്ട് കോൺഗ്രസ് എന്നുകൂടി കരുതണം. ഈ 71 സീറ്റ് നേടിക്കൊണ്ടാണ് കോൺഗ്രസ് അധികാരത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത് എന്നുണ്ടെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ മുസ്ലിം ലീഗ് വരെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി അവകാശവാദം ഉന്നയിക്കും. അതുകൂടാതെ കോൺഗ്രസിനകത്തുള്ള മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ KC വേണുഗോപാലിന് മുഖ്യമന്ത്രിയാവാൻ വേണ്ടി ആഗ്രഹമുണ്ട്. അതോടൊപ്പം തന്നെ VD സതീശൻ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ആളാണ് VD സതീശൻ. സ്വാഭാവികമായിട്ടും അവകാശമുള്ള ഒരാളാണ് രമേശ് ചെന്നിത്തല. അതോടൊപ്പം തന്നെ K. മുരളീധരൻ. പിന്നെ അതുകൂടാതെ VM സുധീരൻ ഇപ്രാവശ്യം മത്സരിക്കുന്നുണ്ട്. തൃശ്ശൂർ ജില്ലയിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്ന് VM സുധീരൻ മത്സരിക്കുന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. അപ്പൊ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് 5-6 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളുണ്ട്. അത് കൂടാതെ തന്നെ ഒരുപക്ഷെ ഷാഫി പറമ്പിൽ മത്സരിച്ചേക്കാം, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഇങ്ങനെ മുഖ്യമന്ത്രി മോഹികളായിട്ടുള്ള ഒരു പറ്റം ആളുകൾ കോൺഗ്രസിനകത്ത് ഉള്ളൊരു സാഹചര്യം വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് സംഭവിക്കുക എന്താണ്? ആദ്യത്തെ 6 മാസം ഒരാൾ മുഖ്യമന്ത്രിയാവും. അല്ല, ഒരു തീരുമാനം ഉണ്ടാവണമല്ലോ. ഇപ്പൊ പല മുനിസിപ്പാലിറ്റികളിലും അങ്ങനെ തീരുമാനം വന്നേക്കുന്നത്. ഓരോ വർഷം ഓരോ ചെയർമാൻമാര്, പല പഞ്ചായത്തുകളിലും ഓരോ വർഷം ഓരോ പ്രസിഡന്റുമാര്. ഇത് എന്ത് പാർട്ടിയാണെന്ന് ഇതെന്ത് മുന്നണിയാണ് എന്ന് നമ്മൾ ചോദിക്കേണ്ടി വരത്തില്ല. മുന്നണി മര്യാദയുടെ ഭാഗമായിട്ടൊക്കെ ഒരു 2 ടൈമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു 2.5 വർഷം ഒരാൾക്ക് കൊടുക്കുക, ഒരു 2.5 വർഷം വേറൊരാൾക്ക് കൊടുക്കുക. പക്ഷെ ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഓരോ വർഷവും അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോഴും ഒക്കെ ചെയർമാൻമാരെ മാറ്റുന്ന ഈ ഒരു മുന്നണിക്ക്, ഈ ഒരു പാർട്ടി സംസ്ഥാനത്ത് അധികാരത്തിൽ വരുന്നൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ സംസ്ഥാന ഭരണം നിലനിർത്താൻ വേണ്ടിയിട്ട് 10 മുഖ്യമന്ത്രിമാരെങ്കിലും പിന്നെ ഉണ്ടാവത്തില്ലേ? 10 മുൻ മുഖ്യമന്ത്രിമാരുണ്ടാവത്തില്ലേ സംസ്ഥാനത്ത്?
കാരണം മുസ്ലിം ലീഗ് ഉറപ്പായിട്ട് ഇപ്രാവശ്യം നോക്കിക്കോളൂ, ഒരു സംശയവും വേണ്ട. ഈ 71 സീറ്റിലെങ്ങാനുമാണ് UDF അധികാരത്തിൽ വരുന്നത് എന്നുണ്ടെങ്കിൽ മുസ്ലിം ലീഗ് മുഖ്യമന്ത്രി കസരയ്ക്ക് വേണ്ടിയിട്ടുള്ള അവകാശവാദം ഉന്നയിക്കും. അതോടൊപ്പം തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് കോൺഗ്രസിനകത്ത് ഞാൻ ഈ പറഞ്ഞ വി ഡി സതീശൻ വിട്ടുകൊടുക്കുമോ? ഇനി നമ്മൾ വി ഡി സതീശൻ മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സംസ്ഥാനം സംഭവിക്കുക? ഏറ്റവും കൂടുതലായിട്ട് എല്ലാവരും ആരോപണം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഉയർത്തുന്നത് എന്താണ്? ഏകപക്ഷീയമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന വ്യക്തിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് ചെവി കൊടുക്കാറില്ല എന്നുള്ളത്. ഏതൊരു വ്യക്തിക്കും ഒരു തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കൂടി ചെവി കൊടുക്കാതെ തീരുമാനം എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആരോപണത്തോടൊന്നും നമുക്ക് യോജിപ്പില്ല. പക്ഷെ ഇപ്പുറത്ത് സംഭവിക്കുന്നത് എന്താണ്? വി ഡി സതീശനെ സംബന്ധിച്ച് വി ഡി സതീശൻ്റെതായിട്ടുള്ള ഒരു ടീമിനെ സജ്ജീകരിച്ചു വെച്ചിട്ടുണ്ട്. അത് സുനിൽ കനകൽ ഉൾപ്പെടെയുള്ള ടീമുകളാണ്. ഒരു ട്രെൻഡ് സെറ്റ് ചെയ്യാൻ ശേഷിയുള്ള ഒരു ടീം വി ഡി സതീശന്റെ കൂടെ ഉണ്ട്. ആ ടീമാണ് വി ഡി സതീശനെ സപ്പോർട്ട് ചെയ്ത് മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ ആ ടീമിന്റെ വാക്കുകൾക്കാണ് വി ഡി സതീശൻ പ്രാധാന്യം നൽകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രാധാന്യം വി ഡി സതീശൻ നൽകുന്ന സമയത്ത് പാർട്ടിക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന പല മുതിർന്ന നേതാക്കന്മാരുടെ പോലും അഭിപ്രായങ്ങളെ വി ഡി സതീശൻ മൈൻഡ് ചെയ്തൊന്നും വരുന്നില്ല. അതിന്റെയൊക്കെ ഒരു പ്രതിഫലനമാണ് പുതുപ്പള്ളിയിലെ തെരഞ്ഞെടുപ്പിന് ശേഷം നടത്തിയ പത്രസമ്മേളനത്തിൽ നമ്മൾ കണ്ടത്. അതുകൂടാതെ തന്നെ ഷാനിമോൾ ഉസ്മാനൊക്കെ ഇരിക്കുന്ന പത്രസമ്മേളനത്തിൽ വെച്ചിട്ട് കെ സുധാകരൻ കാണിച്ച അസഹിഷ്ണുത, ഇതൊക്കെ അതിന്റെ ഭാഗമാണ്. മറ്റ് നേതാക്കന്മാർക്ക് വില കൊടുക്കാതെ താൻ പറയുന്നത് മാത്രമാണ് ശരി എന്ന രീതിയിലേക്ക് വി ഡി സതീശൻ പോയി കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നങ്ങളുണ്ടാക്കും, വലിയ പ്രതിസന്ധികളുണ്ടാക്കും കോൺഗ്രസിനകത്ത്. അതായത് 71 സീറ്റിലൊക്കെ നിൽക്കുന്ന ഒരു സമയത്ത് വി ഡി സതീശൻ മുഖ്യമന്ത്രിയാവുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ധാർഷ്ട്യവുമായിട്ട് ഘടകകക്ഷികളുടെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ അംഗീകരിച്ചു കൊടുക്കുമോ? അതല്ലെങ്കിൽ ഞാൻ പറയുന്ന അങ്ങോട്ട് നിങ്ങൾ ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ ആരെങ്കിലും അംഗീകരിക്കുമോ? ഒരു കാരണവശാലും അംഗീകരിക്കത്തില്ലല്ലോ. കാരണം ചില സമയങ്ങളിലൊക്കെ ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകണം എന്ന് പറയുമ്പോൾ അത് അഴിമതിക്ക് തയ്യാറാവണം എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. മറിച്ച് മറ്റുള്ളവരുടെ ഒരു അഭിപ്രായവും മാനിക്കാതെ അവർ പറയുന്നതെല്ലാം പൊട്ടത്തരമാണ്, വിഡ്ഢിത്തരമാണ്, ഞാൻ പറയുന്നത് മാത്രമാണ് സത്യം അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് ധാരണയുള്ള ഒരു വ്യക്തിയാണ് വി ഡി സതീശൻ എന്ന കാര്യത്തിൽ എനിക്കെന്നല്ല എല്ലാവർക്കും കൃത്യമായ ധാരണയുള്ള ഒരാളാണ്. എന്നാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ നമ്മൾ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, ഒരു പക്ഷവും നോക്കേണ്ട ആവശ്യമില്ല. 2016 മുതൽ 2021 വരെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിട്ടിരുന്നിട്ടുള്ള രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ച് രമേശ് ചെന്നിത്തല എടുക്കുന്ന തീരുമാനങ്ങൾ എല്ലാ നേതാക്കന്മാരുമായിട്ട് കൂടിയാലോചിച്ചിട്ട് തന്നെയാണ്. ഒരു ഏകപക്ഷീയമായ തീരുമാനത്തിലേക്ക് അദ്ദേഹം പോയിട്ടില്ല, മറ്റു നേതാക്കന്മാരെ അംഗീകരിക്കാതെ പോയിട്ടില്ല. എല്ലാവരും പറയുന്നത് കേൾക്കുമായിരുന്നു. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള രാഷ്ട്രീയം അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയം ഇതുവരെ കാണാത്ത രീതിയിലുള്ളൊരു കോമ്പിനേഷൻ ആയിരുന്നു അവരുടെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ വി ഡി സതീശന്റെ ഒരു ഏകാധിപത്യ നിലപാട് ഒരു 2026 ഒരു UDF സർക്കാർ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കി കഴിഞ്ഞാൽ വലിയ പ്രതിസന്ധിയിലേക്ക് പോകും. ഒരൊറ്റ ആളുടെ ഭൂരിപക്ഷത്തിനായിരിക്കും ആ മന്ത്രിസഭ നിൽക്കുന്നത് എങ്കിലത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതല്ല എങ്കിൽ തന്നെയും ഇപ്പൊ 75 പേരോ 80 പേരോ ആയിട്ട് വന്നു കഴിഞ്ഞാലും വി ഡി സതീശനാണ് മുഖ്യമന്ത്രി ആവുന്നതെങ്കിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടും അവിടെ. കാരണം 6 മാസത്തിൽ കൂടുതൽ വി ഡി സതീശന് മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാൻ സാധിക്കത്തില്ല. അദ്ദേഹം എടുക്കാൻ പോകുന്ന തീരുമാനങ്ങൾ അങ്ങനെയായിരിക്കും. വ്യക്തതയില്ലാത്ത തീരുമാനങ്ങളാണ് പലപ്പോഴും വി ഡി സതീശന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലം ഒരു പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്താനോ ആ ഒരു പ്രശ്നത്തെ ഫോളോ അപ്പ് ചെയ്യാനോ സാധിച്ചിട്ടില്ല. നടത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. അതേസമയം 2016 മുതൽ 2021 വരെ ശ്രീ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഏറ്റെടുത്ത പ്രശ്നങ്ങൾക്ക് മേൽ കൃത്യമായ നിയമപരമായി നീങ്ങാനും അതോടൊപ്പം തന്നെ ഫോളോ അപ്പ് ചെയ്യാനും അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. പക്ഷെ പാർട്ടി സംവിധാനങ്ങൾ അദ്ദേഹത്തെ പിന്തുണച്ചില്ല. ഒരു സമയത്തെ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ആളെ അല്ലാതെ കൊലവിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് ഈ പാർട്ടിക്കാർ തന്നെ എടുക്കുന്ന 100% തീർച്ചയായിട്ടും പാർട്ടിക്കാർ തന്നെ ചെയ്തേക്കുന്ന കാര്യമാണ്. അതിൻ്റെയൊക്കെ പിന്നിലുള്ളത് ഈ വി ഡി സതീശൻ തന്നെയാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വേണ്ടി വയ്യ. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ വി ഡി സതീശൻ ഷാഫി പറമ്പിലും ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും സൈബർ വെട്ടുക്കിളികൾ വി ഡി സതീശനെതിരെ അറ്റാക്ക് ചെയ്യുമ്പോൾ കരയുന്നുണ്ട്. പക്ഷെ അന്ന് രമേശ് ചെന്നിത്തലയ്ക്കെതിരെ ഇതൊക്കെ ചെയ്യിപ്പിച്ചിരുന്ന വ്യക്തിയുടെ പേര് വി ഡി സതീശൻ എന്ന് തന്നെയാണ്. ആ വി ഡി സതീശന്റെ പിന്തുണ ഇല്ലായിരുന്നുവെങ്കിൽ ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടമോ ഷാഫിയോ ഒന്നും ഇതേ രീതിയിൽ പാർട്ടിക്കകത്ത് വളരത്തില്ലായിരുന്നു. അതൊരു വസ്തുതയാണ്. ഇപ്പോൾ ഈ ഷാഫിയും രാഹുൽ മാങ്കൂട്ടം പാർട്ടിക്ക് പുറത്താണ് എങ്കിൽ തന്നെയും അയാളുടെ സാന്നിധ്യം പാർട്ടിക്കകത്തുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ഷാഫിയുടെ വെട്ടുകളികളാണ് ഇപ്പോൾ വി ഡി സതീശനെതിരെ ശക്തമായ സോഷ്യൽ മീഡിയ അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊരു യാഥാർത്ഥ്യമാണ്. ഇത് നേരത്തെ ഇവരെ കൊണ്ട് തന്നെയാണ് രമേശ് ചെന്നിത്തലയ്ക്കെതിരെ നടത്തിച്ചിട്ടുള്ളത്. കർമ്മ തിരിച്ചടിച്ചതാണ്. അന്ന് പ്രതിപക്ഷ നേതാവായിട്ട് രമേശ് ചെന്നിത്തല ഇരിക്കുന്ന സമയത്ത് നല്ലൊരു KPCC പ്രസിഡന്റാണ് ഉണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ എന്തിനേറെ പറയുന്നു, കെ സുധാകരനായിരുന്നു ആ സമയത്ത് KPCC പ്രസിഡന്റ് എങ്കിൽ 2021 തന്നെ UDF പക്ഷെ അധികാരം പിടിച്ചേനെ.
ഇപ്പോൾ 2021 മുതൽ ഈ 2025 അവസാനത്തേക്ക് എത്തി നിൽക്കുന്ന സമയത്ത് UDF എടുത്തു കാണിക്കാൻ സാധിക്കുന്ന ഏതെങ്കിലും നല്ലൊരു സമരം നടത്തിയിട്ടുണ്ടോ? VD സതീശൻ ഭയങ്കര വലിയൊരു തെരഞ്ഞെടുപ്പ് വിദഗ്ധനാണ് എന്ന് പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും പുതുപ്പള്ളി ആരുടെ സീറ്റായിരുന്നു? കോൺഗ്രസിന്റെ തന്നെ സീറ്റായിരുന്നു. ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത് പുതുപ്പള്ളിയിൽ ഒരു വികാരമായിരുന്നു. അപ്പോൾ ആ വികാരത്തെ എതിർത്തുകൊണ്ടൊന്നും അവിടെ LDF വിജയിക്കാൻ വേണ്ടി സാധിക്കത്തില്ല. തൃക്കാക്കര PT തോമസ് എന്ന് പറയുന്നത് വലിയൊരു വികാരമായിരുന്നു. PT തോമസ് മരിച്ചതിന് ശേഷമായിരുന്നു ജനങ്ങൾക്കിടയിൽ PT തോമസിന്റെ സ്ഥാനം എന്താണ് എന്ന് കോൺഗ്രസ് പാർട്ടി പോലും മനസ്സിലാക്കുന്നത്. അപ്പോൾ അവിടുത്തെ വിജയം. പിന്നീട് വന്നിരിക്കുന്ന പാലക്കാടും ചേലക്കരയിലും വന്ന ഉപതെരഞ്ഞെടുപ്പ്. ചേലക്കരയിൽ LDF സീറ്റായിരുന്നു, അത് LDF തന്നെ നിലനിർത്തി. പാലക്കാട് എന്താ സംഭവിച്ചത്? പാലക്കാട് UDF തന്നെ സീറ്റായിരുന്നു, അത് നിലനിർത്തി. ആ നിലനിർത്തിയപ്പോൾ വോട്ടിൽ ഭൂരിപക്ഷം വർദ്ധിച്ചു. ഭൂരിപക്ഷം വർദ്ധിക്കാൻ കാരണം എന്താണ്? SDPയുടെ പിന്തുണ. SDPക്ക് ഏകദേശം അവിടെ 5000-ഓളം വോട്ടുണ്ട്. അതുകൂടാണ്ട് തന്നെ BJPയിലെ ഒരു വിഭാഗത്തിന്റെ വോട്ട്. ഇതെല്ലാം കൂടെ ചേർന്നപ്പോഴാണ് രാഹുൽ മാങ്കൂട്ടം ആ ഒരു ഭൂരിപക്ഷത്തിലേക്ക് എത്തിയത്. നിലമ്പൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലമ്പൂരിന്റെ സാഹചര്യം എന്തായിരുന്നു? നിലമ്പൂർ PV അൻവറിനെ വെച്ചുകൊണ്ട് മാത്രമാണ് LDF അവിടെ MLA സൃഷ്ടിച്ചിട്ടുള്ളത്. അതിനു മുമ്പ് CPM MLA-മാരൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരുന്ന ഒരു സ്ഥലം കൂടിയാണ് നിലമ്പൂർ. ആ നിലമ്പൂരിൽ 20,000 വോട്ട് PV അൻവർ LDF കയ്യിൽ നിന്നൊക്കെ ആയിട്ട് പിടിച്ചതിന് ശേഷം മാത്രമാണ് UDF സ്ഥാനാർത്ഥിക്ക് അവിടെ വിജയിക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. പിന്നെ VD സതീശന്റെ എന്ത് ഇലക്ഷൻ മാനേജ്മെന്റിനെ കുറിച്ചാണെന്ന് ഈ പറയുന്നത്? ഇന്നലെ ഒരു പത്രസമ്മേളനത്തിൽ VD സതീശൻ പറഞ്ഞൊരു കാര്യം ഇതാണ്, ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നില്ലെങ്കിലും വക്കീലാണ്. കാരണം അതൊക്കെ ശരിയാ, പ്രാക്ടീസ് ചെയ്തില്ലെങ്കിലും വക്കീലാണ്. പക്ഷെ നമ്മുടെ VD സതീശനെയൊക്കെ സംബന്ധിച്ചിട്ട് എനിക്ക് ഒരു കാരണവശാലും കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രിയായിട്ട് ഇരുന്ന് പോകാനായിട്ട് സാധിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. അത് കൃത്യമായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തെക്കാൾ കഴിവും ശേഷിയും ഒക്കെയുള്ള ഒരുപാട് കോൺഗ്രസ് നേതാക്കന്മാർ കോൺഗ്രസിനകത്തുണ്ട്. അത് രമേശ് ചെന്നിത്തല മുതൽ KC വേണുഗോപാൽ മുതൽ K മുരളീധരൻ മുതൽ VM സുധീരൻ മുതൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുതൽ ഇങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ ഇവരെ എല്ലാവരെയും സൈഡ് ലൈൻ ചെയ്തുകൊണ്ട് താൻ മാത്രമാണ് എന്ന് VD സതീശൻ പറയുന്നിടത്ത് തന്നെ VD സതീശൻ പരാജയപ്പെട്ടു പോകും എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. ഏതൊക്കെയാലും ഒരു കാര്യം നമുക്ക് പറയാൻ സാധിക്കും, കേരളത്തിലൊരു 10 മുഖ്യമന്ത്രിയൊക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തെക്കുറിച്ച്, ഒരു 5 വർഷത്തെ ടൈമിൽ 10 മുഖ്യമന്ത്രിമാരുണ്ടൊക്കെ ഉണ്ടാകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കേരളത്തിലെ ജനങ്ങൾ ആലോചിക്കേണ്ടതുണ്ട് ആർക്ക് വോട്ട് ചെയ്യണമെന്ന്. അതല്ല എങ്കിൽ കോൺഗ്രസ് പാർട്ടി കൃത്യമായിട്ട് രമേശ് ചെന്നിത്തലയാണ് ഞങ്ങളുടെ മുഖ്യമന്ത്രിയാവാൻ പോകുന്നത്, അതല്ലെങ്കിൽ KC വേണുഗോപാലാണ് ഞങ്ങളുടെ മുഖ്യമന്ത്രിയാകാൻ പോകുന്നത്, അതല്ലെങ്കിൽ പറയട്ടെ VD സതീശനാണ് ഞങ്ങളുടെ മുഖ്യമന്ത്രിയാകാൻ പോകുന്നത് എന്ന് പ്രഖ്യാപിക്കാൻ കോൺഗ്രസിന് ധൈര്യമുണ്ടോ? VD സതീശനാണ് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയാകാൻ പോകുന്നത് എന്ന് കോൺഗ്രസ് പാർട്ടി പ്രഖ്യാപിക്കുന്ന ദിവസം തന്നെ നമുക്ക് കോൺഗ്രസ് പാർട്ടിയുടെ പരാജയം എന്ന് എഴുതി വെക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ള കാര്യം ഉറപ്പുള്ള കാര്യമാണ്. ആദ്യം ഇവരൊക്കെ മേയറെയൊക്കെ തീരുമാനിക്കട്ടെ, പിന്നെ മുനിസിപ്പൽ ചെയർമാൻമാരെ തീരുമാനിക്കട്ടെ, പഞ്ചായത്ത് പ്രസിഡന്റുമാരെ തീരുമാനിക്കട്ടെ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരൊക്കെ തീരുമാനിക്കട്ടെ. അതിനുശേഷം നമുക്ക് കേരളത്തിന്റെ ഭരണം പിടിക്കുന്നതിനെക്കുറിച്ചും അധികാരം പിടിക്കുന്നതിനെക്കുറിച്ചും ഒക്കെ ചിന്തിക്കാം എന്നുള്ളതാണ് കോൺഗ്രസിനുള്ള എൻ്റെ ഉപദേശം.